ഹായ് ഗൈസ്, ഗ്യാസ് സ്റ്റോവ് ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സങ്കടത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കോട്ടയം വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഡോഗിന് ഹെമറ്റോമ എന്ന് പറയുന്നൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. രണ്ട് ദിവസമായിട്ട് ജാക്കിയുടെ ചെവി താഴ്ന്നു കിടക്കുന്ന കണ്ടിട്ടാണ് നോക്കിയത്. അപ്പോൾ എന്തോ ബൾബ് പോലെ ഒഴിച്ചിരിക്കുന്നത് കണ്ടു. പിറ്റേന്ന് തന്നെ കോട്ടയം വെറ്റിനറി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ഹെമറ്റോമ എന്ന കണ്ടീഷനാണെന്ന് ഡോക്ടർ പറയുന്നത്. മേജർ സർജറി അല്ലാതെ വേറെ മാർഗ്ഗമില്ലെന്നും പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാനുള്ള ദിവസം ഡോക്ടർ പിക്ക് ചെയ്ത് തരികയും ചെയ്തു. സർജറി ചെയ്യുന്ന വിഷ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത്. ഹെമറ്റോമ എന്താണെന്ന് ഡോക്ടർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഡോക്ടർ വിശ്വനാഥൻ, സീനിയർ വെറ്റിനറി സർജനാണ്. നമ്മുടെ ഹെമറ്റോമ എന്ന് പറയുന്നത് നായ്ക്കളിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. അതെന്ന് പറഞ്ഞാൽ ചെവിയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. സാധാരണയായിട്ട് ഇത് ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ചെള്ളും മറ്റു കാര്യങ്ങളും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നായ്ക്കൾ അതിൻ്റെ ചെവി ഒരുപാട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ചെറിയ രക്തധമനികൾ പൊട്ടിയിട്ട് ചെവിയുടെ തരുണാസ്ഥിയുടെയും തൊലിയുടെയും ഇടയിൽ കളക്ട് ചെയ്യുന്ന ഒരു ബ്ലഡ് ക്ലോട്ടാണ് ഹെമറ്റോമ എന്ന് പറയുന്നത്. അത് നമുക്ക് സർജറിയിലൂടെയാണ് ശരിയാക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. അത് വേറൊന്നുമല്ല, നിങ്ങൾ എല്ലാ ദിവസവും ഡോഗ്സിനെ ചെക്ക് ചെയ്യുക. അവൻ്റെ ദേഹത്ത് അണ്ണീവനായിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്.